എന്താവും അറിഞ്ഞൂടാ ഇത്. ഇനി എന്റെ പടമൊക്കെ വെച്ച് കാലക്കെന്ന് പറയും. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാണ് അല്ല, ഇതൊക്കെ തെമ്മാടിത്തരല്ലേ. എനിക്ക് ഇവന്മാരെയൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. ഈ ഡീഗ്രേഡിങ് ഒന്നും ഉണ്ട്. ആൾക്കാർ വന്നിട്ട് കോട്ട് പാടും, ഡിഗ്രേഡ് അല്ലേ പള്ളിന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കണ്ടതാ. ഈ സോഷ്യൽ മീഡിയ റിവ്യൂവിനെ പറ്റി എന്താണ്? വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് എനിക്ക്. കാരണം ഇപ്പം പല ചർച്ചകളും അതിൻ്റെ ഇതിൽ നടന്നു കഴിഞ്ഞു. ഒരാൾക്ക് ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞുകൂടെ, അയാൾക്ക് തോന്നുന്നത് പറഞ്ഞുകൂടെ, അത് പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, പത്ര സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ശരി പെട്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിനകത്ത് ഒരു ശരിയുമില്ല. അത് ദുരുപയോഗം ചെയ്യുകയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം ഇത് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രയത്നങ്ങളും പ്രയാസങ്ങളും ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ, ആക്ടേഴ്സ് ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പ്രയാസങ്ങൾ. ഇപ്പം പൈസ വിജയിച്ചു കഴിഞ്ഞാലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അതല്ല, പൈസയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു കലാസൃഷ്ടി ഉണ്ടാക്കി അത് പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇയാൾക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ നിന്നിട്ട് അങ്ങ് പച്ചയ്ക്ക് പറയും അതാണ് ശരിയല്ല, ഇത് കാണരുത്, കാണാം എന്ന് പറയാൻ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഇയാൾക്കുള്ളത്? അപ്പം ബാക്കിയുള്ളവരെല്ലാവരും മണ്ടന്മാരാണ്. ഞാനൊക്കെ ഒരുപാട് ഈ പിന്നെ ഷോസിനൊക്കെ പോയിട്ടുള്ള യൂറോപ്പും അമേരിക്കയും ഗൾഫും ഓസ്ട്രേലിയ എല്ലാ രാജ്യങ്ങളിലും അവിടെ ചെല്ലുമ്പം ഇപ്പം സോഷ്യൽ മീഡിയ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. അന്നൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മളെ ചെല്ലുന്ന സമയത്ത് അവർ വരും, ഒരു 2-3 പേര് വന്നിട്ട് പറയും, ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രം നടത്തുന്നവരാണ്, ഞങ്ങൾക്ക് ഒരു റേഡിയോ ഉണ്ട്, ഞങ്ങൾക്ക് ഒരു ചെറിയ ചാനലും ഉണ്ട്, നിങ്ങൾ ഇത്ര പൈസ തന്നാൽ ഞങ്ങൾ റിഹേഴ്സൽ കണ്ടു, അതിഗംഭീരമായിരിക്കുന്നു, ഇത് എല്ലാ സ്ഥലത്തും ഒരു പൊളിപ്പ് പൊളിക്കും എന്ന് നാളത്തെ പത്രത്തിൽ ഞങ്ങളുടെ ചെറിയ കുറച്ച് കോപ്പിയേ ഉള്ളൂ, ഞങ്ങൾ റേഡിയോയിൽ കൂടെ പറയാം. പൈസ തരുന്നില്ലെങ്കിൽ ഞങ്ങൾ റിഹേഴ്സൽ കണ്ടു അവിചാരിതമായിട്ട്, കാര്യം കാണരുതേ, ഇത് വെറും മോശപ്പെട്ട ഒരു പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് പാവങ്ങൾ ആ വരുന്ന സ്പോൺസേഴ്സ് പേടിച്ചിട്ട് ഇവർക്ക് പൈസയൊക്കെ കൊടുക്കുന്നത്. നമ്മളതിനകത്ത് ഒരിക്കലും കൊടുക്കരുതെന്ന് പറയുവാണെങ്കിലും അവർ പറയുന്നത് വേണ്ട, കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സമ്പ്രദായമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജിയുടെ ഒരു കുതിച്ചുകാട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്തുള്ള നല്ല വശങ്ങൾ, അതിനകത്തുള്ള നന്മകൾ തേടി അത് പ്രയോജനപ്പെടുത്താതെ ഒരു ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇതേപോലുള്ള ഒരു സ്പോയിലിംഗ് പരിപാടി, സ്പോയിലറാണ്. ക്ലൈമാക്സ് വിളിച്ച് പറയുക, മറ്റേത് വിളിച്ച് പറയുക, ആ സീൻ ശരിയായില്ല, ഈ സീൻ ശരിയായില്ല. ഇവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നല്ല എന്ന് പറയുന്നു, കാശ് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. കാശ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറയുമായിരിക്കും. ഒരു ആൾ പറയുന്നു ഇതിനകത്ത്, ഞാൻ ഇവരെന്നെ കാണിച്ചാണ്, ഒരു മെൽവിനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മകളുടെ കാമുകനാണ്. കണ്ടപ്പോൾ തന്നെ ഒരു ചെറിയ ഒരു കുട്ടിയാണ്, ഒരു മീശയും താടിയൊക്കെ ഉണ്ട്. അനീക എത്ര തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിക്കുന്ന പക്വതയാർന്നൊരു നടിയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഞാനൊക്കെ 40 കൊല്ലം 41 കൊല്ലം ആയതാണ്. എനിക്ക് ഒരു പ്രയാസവും പ്രശ്നവും തോന്നിയില്ല. എന്നാൽ പച്ചയ്ക്ക് പറയുകയാണ്, ഫസ്റ്റ് ഷോ കണ്ടെന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ട് പ്രായമുള്ള ഒരാള് ഒരു കൊച്ചു പെൺകുട്ടിയുമായിട്ടുള്ള നിങ്ങൾക്ക് അത് നമുക്ക് എങ്ങനെ സംഭവിക്കുന്നു? ഇത് ഇത്രയും മെൽവിൻ എന്ന് പറഞ്ഞ ഒരാള് പ്രായമുള്ള ആളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ മലയാള സിനിമയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നായകന്മാരൊക്കെ ഇങ്ങനെ ഈ ഇവര് കൂടെ ഉള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ 1-2 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണോ നായികമാരായിട്ട് വരുന്നത്? അതെല്ലാം വിഴുങ്ങിയിട്ട് കഥ കൺവിൻസിങ് ആക്കുക, സിനിമ കൺവിൻസിങ് ആക്കുക, കഥാപാത്രം കൺവിൻസിങ് ആക്കുക, അതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല. എന്നാൽ ഇത് എന്താണ്? ഇവര് പൈസയും തന്നിട്ടില്ല, ഇവര് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് പറഞ്ഞൊരു കാരണം കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇവർ ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ പറയുന്നത്. അത് പ്രബുദ്ധരായിട്ടുള്ള
മലയാളി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു സീൻ എനിക്ക് വളരെ വിഷമമായിട്ട്, ഞാനൊക്കെ ഒരു സീൻ, ഇനി നമുക്ക് മനുഷ്യരാണ്, ചിലപ്പം അബദ്ധങ്ങളൊക്കെ പറ്റും. ഒരു ആള് പറയാണ് മുകേഷും ലെനയുമായിട്ടുള്ള ഒരു സീനിൽ പലതും നമുക്ക് മനസ്സിലാവില്ല. അവർ സീരിയസ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ചിരി വരുന്നു, ചിരിക്കാനുള്ളത് പറയുമ്പോൾ നമ്മൾ സീരിയസ് ആകുന്നു. ഇയാളുടെ ഫാദർ ജനിച്ചിട്ടില്ല ഞാൻ സിനിമയിൽ വന്നപ്പോൾ. ഞാൻ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഴപ്പമാണെങ്കിൽ ഞാൻ കുഴപ്പമെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്, അതിനുള്ള സീനിയോറിറ്റി എനിക്കുണ്ട്. കൊച്ചു കുട്ടികൾ വന്നിട്ട് എല്ലാവരെയും അങ്ങോട്ട് പരിഹസിക്കുകയാണ്. അഭിനയത്തിന്റെ കാര്യത്തിലും കഥയുടെ കാര്യത്തിലും കഥാപാത്രത്തിന്റെ കാര്യത്തിലും ഒക്കെ പരിഹസിക്കുമ്പോൾ നമ്മൾ സംശയിക്കണം, ഇവർക്ക് എന്തോ കിട്ടാനുള്ളത് കിട്ടിയില്ല. അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നല്ല സന്ദർഭങ്ങളും നല്ല രീതിയിലുള്ള സീനുകളും കൂടെ പറയണം, എന്നാൽ ഞാൻ സമ്മതിക്കാം. ഇത് അവിടെ ഇവിടെയൊക്കെ തൊടാതെ ഒരാളിന് ഇങ്ങനെ തീർത്ത് കളയാം. അവനിനി വരരുത്, ഇവൻ ഇനി സിനിമയിലുണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത്, ഇവരൊക്കെ എനിക്കിത് പറയാൻ തന്നെ വിഷമമാണ്. കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അടക്കം, ഇവര് ഷോയിലേക്ക് രക്ഷപ്പെട്ടത് മഹാഭാഗ്യം. ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയൊക്കെ എന്താ ചെയ്യുന്നത്, ഇവര് മുഖത്ത് എന്താ വരുന്നത്, സിപ്പി ആരിവൻ എന്നൊക്കെ ചോദിച്ചാനായിരുന്നു. അവരൊക്കെ അന്ന് രക്ഷപ്പെട്ടത് മഹാഭാഗ്യം. അതൊന്നും ആളുകൾ വിശ്വസിക്കരുത്. അതവർ തെറ്റാണ് ചെയ്യുന്നത്, അവർ തെറ്റാണ്, അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ. മലയാളി പ്രേക്ഷകർ ഒരുപാട് മാറിയിട്ടുണ്ട് ഈ കഥയെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചും കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചും. കാരണം എല്ലാവരുടെയും മൊബൈലുണ്ട്, അവർക്ക് അതിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സാർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഡീഗ്രേഡിങ് ക്യാമ്പയിനിങ് നടക്കുന്നുണ്ടോ മലയാള സിനിമ? അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ ഏത് കാലത്താണ് നടക്കാത്തത്? ഞാൻ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ 410 ദിവസം ഓടിയതാണ്. ഇനി അതിനൊരു റെക്കോർഡില്ല, അതിന്റെ മേലുള്ള റെക്കോർഡ് വരത്തില്ല. 4-5 ദിവസം ആയപ്പോഴത്തേക്ക് എറണാകുളത്തുള്ളൊരു തിയേറ്റർ വെച്ചിട്ട്, അന്ന് മൗത്ത് പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ നിന്നിട്ട് പ്രധാനപ്പെട്ട നല്ല രംഗങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഡീഗ്രേഡിങ് അന്നുണ്ട്. ആൾക്കാർ വന്നിട്ട് കോട്ടുമായിട്ട് അപ്പൊ കുറച്ച് ആൾക്കാർ അവിടെ നിന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് രസിച്ചില്ല കേട്ടോ. ഒരുപാട് പേര് ബോറടിക്കുന്നുണ്ട്, ഉറക്കം വരുന്ന കണ്ടു. കുറെ പേര് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അന്ന് കുറെ കൂടെ ഉത്തരവാദിത്തപ്പെട്ടുള്ള ആസ്വാദകരായിരുന്നു. കോട്ടുമായിട്ട് അവനെ വെളിയിലാക്കി. നമ്മളുള്ള സമയത്താണ് ഇയാള് ഈ നെഗറ്റീവ് പറയുന്ന സ്പോയിലറാണ്, ഇയാളെ പുറത്താക്കാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കഥവ് തുറന്നു ഇയാളെ പുറത്താക്കി. അന്ന് അത് ചെയ്തവരാണ് നമ്മൾ. നമുക്ക് അങ്ങനെ വലിയൊരു അഭിമാനകരമായ ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ ഒരു പുതിയ പ്രശ്നമാണ് സാർ ഇപ്പോൾ നമ്മൾക്ക് തിയേറ്ററിൽ നിന്നുള്ള റിവ്യൂസ് വേണ്ട എന്നുള്ള തിയേറ്റർ ഉടമകളുടെ തീരുമാനം. അല്ല, അതെല്ലാം അങ്ങനെ തീരുമാനങ്ങൾ വരും. തീരുമാനങ്ങളാണ്. അപ്പൊ എഡിറ്റിംഗ് പഠിക്കണോ, അഭിനയം പഠിക്കണോ, അവിടെ പോയിട്ട് പറയണോ ഒരു കാര്യത്തെ വിലയിരുത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിരുത്തുമ്പം അത് ഇപ്പൊ ഞാനുമൊക്കെ അതിന്റെ കൂട്ടത്തിലായിരുന്നു. അയാൾ പറഞ്ഞിട്ട് പോട്ടെ. പക്ഷെ ഇത് ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇത് ഒരാള് ഞാൻ കാണുകയാണ്, ഇനിയെങ്കിലും സിനിമ കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ റിവ്യൂ വായിച്ചിട്ടേ കാണാവൂ കേട്ടോ. ഇയാള് പറയുന്നത് കേട്ടിട്ട് മലയാളി സമൂഹം, പ്രബുദ്ധമായ വിദ്യാഭ്യാസമുള്ള സാക്ഷര കേരളത്തിന്റെ സിനിമയും എല്ലാ കലകളും അരിച്ചു കുണിച്ച് കലക്കി കുടിച്ചവർ ഈ പയ്യൻ പറയുന്നത് കേട്ടിട്ടെ ഇനി പോകാവൂന്ന് പറയാനുള്ള ഒരു വേദി ഇവനുണ്ടാവുകയാണ്. മനസ്സിലാക്കുക, നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഒറ്റപ്പെടുത്തുക, അത്രേ ഉള്ളൂ. ഒറ്റപ്പെടുത്തുക. ഇയാളെ കാണുമ്പോഴത്തേക്ക് തന്നെ ഓഫ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരിക, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ചുമ്മാ ഇങ്ങനെ കണ്ണുടച്ചിട്ട് ഒരാളെ തൊലയ്ക്കുന്ന, ഇതിപ്പോ നമ്മുടെ പടം മാത്രമല്ല, എത്ര പടങ്ങളും ഞാൻ കണ്ടിരിക്കുന്നു. റിവ്യൂ അത് ആരെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തരും. ഞാൻ അവരെ ഇതിനകത്ത് പോയി കാണത്തില്ല, എനിക്ക് അയച്ചു തരും. ഇതാണ് റിവ്യൂ. പിന്നെ വേറൊരു റിവ്യൂ ഉണ്ട്, അത് അനുകൂലമായിട്ട്. എന്താണ് അതിനർത്ഥം? നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിയമപരമായിട്ട് ചെയ്യാമെങ്കിൽ എത്രയോ വലിയ വലിയ കേസുകളുണ്ടായിരുന്നു. നിയമപരമായിട്ട് നിയമമില്ല, IT ആക്ട് കേരളത്തിൽ ഇല്ല, ഒന്നുമില്ല.
നമുക്ക് വലിയ വലിയ ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാർ. അതെല്ലാം അത് അവരുടെ വിമർശനം, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് അവർ പറയുന്നു ഒരു വേദിയിലൂടെ, അത്രേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി പ്രേക്ഷകർ പ്രതികരിക്കുകയും മനസ്സിലാക്കുകയും അത് അവർ ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അത്രേ ഉള്ളൂ.